ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ സുപ്രധാനമായ ഒരു മത്സരത്തിന് വേണ്ടിയാണ് നാളെ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എതിരാളികൾ സ്കോട്ട്ലാൻഡ് ആണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന്റെ അവസാനത്തിൽ പകരക്കാരന്റെ വേഷത്തിൽ നെയ്മർ ജൂനിയർ ബ്രസീലിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാ ബ്രസീലിയൻ ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതായാലും സ്കോട്ട്ലാൻഡിന്റെ പരിശീലകനായ സ്റ്റീവ് ക്ലർക്ക് നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നെയ്മറുടെ ക്വാളിറ്റിയിൽ ആർക്കും സംശയം വേണ്ട. വളരെ അപകടകാരിയായ എതിരാളിയാണ് നെയ്മർ ജൂനിയർ എന്നാണ് സ്റ്റീവ് ക്ലർക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു സംശയവും വേണ്ട, ഒരുപാട് ക്വാളിറ്റികൾ ഉള്ള താരമാണ് നെയ്മർ ജൂനിയർ. മോഡേൺ എറയിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒന്നാണ് നെയ്മർ. ടൂർണമെന്റിലേക്ക് വരുമ്പോൾ പരിക്കിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം വളരെ അപകടകാരിയായ ഒരു എതിരാളിയാണ്. ബ്രസീൽ അപകടകാരിയാണ്. അതിനു പുറമെ നെയ്മർ മറ്റൊരു അപകടകാരിയാണ്. ബെഞ്ചിൽ നിന്ന് വരികയാണെങ്കിലും ടീമിന്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന താരമാണ് നെയ്മർ. മാത്രമല്ല, അദ്ദേഹം വരുമ്പോൾ ആരാധകർക്ക് കൂടുതൽ ഊർജം ലഭിക്കും. കാരണം നെയ്മർ ഒരു ഐക്കോണിക് ഫിഗറാണ്. ഇതാണ് സ്കോട്ട്ലാൻഡിന്റെ പരിശീലകനായ സ്റ്റീവ് ക്ലർക്ക് പറഞ്ഞിട്ടുള്ളത്. നെയ്മർ അപകടം വിതക്കാൻ കഴിവുള്ള ഒരു താരമാണ്. മാത്രമല്ല, നെയ്മർ വന്നാൽ അത് ആരാധകരെയും ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ആരാധകർക്കും അതൊരു പുത്തൻ ഉണർവായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ സ്റ്റീവ് ക്ലർക്ക് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇനിയിപ്പോൾ നോക്കൌട്ട് മത്സരങ്ങളാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നെയ്മർ ജൂനിയർ തന്റെ ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.